Hi guys, welcome back to my channel. This video is a soup. I will share it. Ragi is a soup. Ragi is a weight like a correct mandate. And if you time like a Ragi put them the shake in the mother canning variety of soup, and the wire and fill out soup good china. And then soup and Tayara Noka and a very like upon the winning and channel and the canning and channel subscribe to the Tilangi videos are conditioned. Please subscribe. That's the bell button and all of option. The soup is carrot, beans, beans, pachamolaga, cherry, injeta. The moon will tully, and Narashnam, cochuli added with the Kunya adjustment. Pinny vegetables, some fish dollar added or ganga. I can't in the matra and giving in the Nola, which thing to say. ഈ കാര്യങ്ങൾ ഇല്ലെന്ന് ചെയ്ത് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ അത് വെച്ച് നമുക്ക് ഈ സൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിനെ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനോട് നമുക്ക് കുറച്ച് ജീരകമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ജീരകം ഇപ്പോൾ ഇടല ഒരു കുറച്ച് ജീരകമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനോട്ട് നമ്മൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതിനുശേഷം ഇതിനകത്തോട്ട് കൊച്ചുള്ളി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നേരത്തെ അരിഞ്ഞ് വെച്ചില്ല കൊച്ചുള്ളി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് വഴഞ്ഞു വരുന്ന പരുവമുണ്ടല്ലോ ആ ഒരു ഇതിലോട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ബീൻസും ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു കാര്യം ഈ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഈ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് നമ്മൾ റാഗിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു ഇച്ചിരി ഇതാട്ടോ കുടിക്കാനൊക്കെ കുറച്ച് പഴയ പക്ഷേ എന്ന് വെച്ചാൽ നല്ല വയറ് ഫില്ലിങ് ആവും കേട്ടോ. നല്ലപോലെ വയറൊക്കെ നിറയും ഒരു സൂപ്പ്. അതേപോലെ ഈ സൂപ്പ് ഡിന്നറിനാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്. ഡിന്നർ നമുക്ക് രാത്രി കഴിക്കുമ്പോൾ വയറൊക്കെ ഫില്ലായിട്ടിരിക്കുന്നത് പിന്നെ വിശപ്പ് തോന്നത്തൊന്നുമില്ല ഈ സൂപ്പ് കുടിച്ചാൽ. നമ്മളെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് റാഗിയാണ്. നമുക്കറിയാം റാഗി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ല റാഗി നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ടൈമിൽ റാഗിയുടെ ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട്. അന്നേരം പിന്നെ എപ്പോഴും ഈ ദോശയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടി മാറ്റി ഒരു ദിവസമൊക്കെ ഇങ്ങനെ സൂപ്പായിട്ടൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിനും കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എപ്പോഴും ഇത് ദോശ ഇത് കഴിക്കുമ്പോൾ ആ ഒരു മടുപ്പ് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതേപോലെ നോക്കാം. അതിന് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരുപാടൊന്നും ഇല്ല. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പാണ് നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നു. ഇനി ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. നല്ല ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല വഴഞ്ഞ് നല്ല ഇതായിട്ട് വരണം. ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ക്യാരറ്റ് ഒക്കെ നല്ല വെന്ത് വരാൻ വേണ്ടിയിട്ടോ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്ന അളവിൽ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം. നമുക്ക് ഒരാൾക്കാണെങ്കിൽ ഇപ്പം അര ഗ്ലാസ് വെള്ളമൊക്കെ മതി എടുത്താൽ മതി കേട്ടോ. ഈ 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഇതൊന്ന് മാറ്റിക്കിന് അടുത്ത് നമുക്കൊരു കപ്പിലോട്ട് ഒരു 3 സ്പൂൺ ഞാൻ റാഗി പൗഡർ ഉണ്ടല്ലേ റാഗിയുടെ പൊടി അതെടുക്കുന്നുണ്ട്. 3 സ്പൂൺ റാഗി പൗഡർ എടുക്കണമെന്നില്ല. 2 സ്പൂൺ ആയാലും എടുത്താലും മതി. ഇപ്പോൾ 2-1 സ്പൂണൊക്കെ എടുക്കാം. നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കാം കേട്ടോ റാഗിയുടെ. ഇത് ഫസ്റ്റ് ടൈം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പാടായിരിക്കും. നമ്മൾ 1 സ്പൂണൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ടൈം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നെങ്കിൽ ഒരു സൂപ്പ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടയായിട്ടൊന്നും കിടക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ 2-3 മിനിറ്റ് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ ആ സൂപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. 2-3 മിനിറ്റ് ഇതിൽ വെച്ചിരിക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റാഗിയുടെ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചില്ലായിരുന്നോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതായത് ഒരുപാട് അങ്ങ് കുറുകി പോകലും കേട്ടോ. ഒരുപാട് കുറുകി പോകില്ല എന്നാൽ ഒരുപാട് ലൂസായി പോകലും അങ്ങനത്തെ രീതിയിൽ എടുക്കണം. ഇത് ടൈമിലൊക്കെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. അന്നേരം ഇതേപോലെ ചെയ്താൽ കുറുകി വരും. പിന്നെ ഇത് ഒരുപാട് കുറുകി പോയാലും പേടിക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ചൂടൊക്കെ ആർത്തുമ്പോൾ കറക്റ്റ് ഒരു ലൂസായിട്ട് വന്നോളും. കറക്റ്റ് സൂപ്പിൻ്റെ ആ ഒരു രീതി വന്നോളും ഇത്. അതുകൊണ്ട് ഒരുപാട് കുറുകി പോലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരുപാട് കുറിക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം കുറച്ചുകൊണ്ട് ഈ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. എന്നാൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ കേട്ടാണ്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ച് എരിവൊക്കെ ആഡ് ചെയ്ത് പിന്നെ കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ.
അതേപോലെ ഈ ഒരു സൂപ്പിൽ നമ്മൾ ഗ്രീൻ പീസും മറ്റ് മലക്കറികളൊക്കെ ആഡ് ചെയ്താണ്. കോളിഫ്ലവറൊക്കെ ഇല്ലേ, കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സൂപ്പിൽ. നമ്മൾ സൂപ്പൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടുന്ന ആറിത്തി കഴിഞ്ഞിട്ട് പറ്റുന്നതാണെങ്കിൽ ഈ സൂപ്പ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണെങ്കിലും അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൂപ്പ് കുടിക്കാം കേട്ടോ. അന്നേരം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അന്നേരം